നിന്നെ മുഖം കാണിച്ചിട്ടേ എനിക്ക് എന്റെ ക്യാബിനിലേക്ക് പോകാൻ പറ്റത്തുള്ളൂ. ഉണ്ണിയേട്ടനെ ഇരിക്കെ. എന്നെ മുഖം കാണിക്കണമെന്ന് പറഞ്ഞത് വേറൊന്നിനും വേണ്ടിയല്ല. ദാ ഇതൊന്ന് വായിച്ചു നോക്ക്. എന്താ ഇത്? കമ്പനിയുടെ MD തന്നതാ. ആര്? കണ്ണേണ്ണോ? കണ്ണേട്ടൻ മാത്രമല്ല കമ്പനിയുടെ MD. കൺസ്ട്രക്ഷൻ കമ്പനിയിൽ കൂടുതൽ അധികാരവും ലക്ഷ്മിയെടുത്തിക്ക. ഓ, അവള് തന്ന ലെറ്റർ എന്തിനാ ഞാൻ നോക്കുന്നത്? ഇത് അവള് തന്നപ്പോ തന്നെ അങ്ങ് കത്തിച്ചളഞ്ഞൂടായിരുന്നോ? എനിക്കിത് കണ്ടപ്പോ അങ്ങനെ ചെയ്യാനല്ല തോന്നിയത്. ഉണ്ണിയേട്ടന്റെ കയ്യിൽ തരാനാ. അവരുടെ ഒരു കത്ത്. നീ അവരെ നേരത്തെ കുറ്റപ്പെടുത്തിയാണല്ലോ. പിന്നെന്താ ഇപ്പൊ നീ പെട്ടെന്ന് മാറിയത്? കണ്ണേട്ടനോട് നിനക്ക് ഒരു സ്നേഹമില്ലേ? ഓ, ഈ പറയുന്ന ആൾക്ക് കണ്ണേട്ടനോട് ഭയങ്കര സ്നേഹമാണല്ലോ. എന്താ സംശയം? മഹാലക്ഷ്മിയെ വെറുക്കുന്ന അവരെ തള്ളിക്കളഞ്ഞ കണ്ണേട്ടനോട് എനിക്ക് സ്നേഹ. എന്നോട് തന്നെ ഇത് പറയല്ലേ ഉണ്ണിയേട്ടാ. നിങ്ങളുടെയൊക്കെ മനസ്സിൽ എന്താണെന്ന് ആരച്ച് കലക്കി കുടിച്ചവളാ ഞാൻ. ഒരു സമയത്ത് ഞാനും നിങ്ങൾക്കൊപ്പം നിന്നവളാണല്ലോ. അതുകൊണ്ട് അതിലേക്കൊന്നും സംസാരം നീളാതെ ദേ ഇതിൽ എന്താന്ന് വെച്ചാ വായിച്ചു നോക്ക്. എന്നെ ടെർമിനേറ്റ് ചെയ്തല്ലേ? അതെ. ഇനി ആ ക്യാബിനിൽ പോലും ഇരിക്കാൻ ഉണ്ണിയേട്ടന് അവകാശമില്ല. അത് അവള് മാത്രം തീരുമാനിച്ചാൽ മതിയോ? കണ്ണേട്ടന് മാത്രമല്ല, എന്റെ അമ്മാവിന്റെ കൂടെ വേർപ്പാ ഈ കൺസ്ട്രക്ഷൻ കമ്പനി. ആ വിയർപ്പിന്റെ ഫലം ഇഷ്ടംപോലെ കൈപ്പറ്റിയിട്ടുണ്ടെന്ന് എനിക്കറിയാലോ. അതെല്ലാം ബാങ്കിൽ കാണുമല്ലോ. അതൊക്കെ വളർന്നുകൊണ്ടിരിക്കുന്നതല്ലാതെ അതിന്നൊരു ചില്ലിക്കാശ് ഉണ്ണിയേട്ടൻ്റെ അടുത്ത് ചെലവാക്കാറില്ലല്ലോ. ആദ്യം എന്റെ ക്യാബിനിൽ നിന്ന് എന്നെ മാറ്റി, എന്നിട്ട് അവിടെ നിന്നെ പ്രതിഷ്ഠിച്ചു. ഇപ്പോ നിന്റെ കൈ തന്നെ എന്റെ ടെർമിനേഷൻ ലെറ്റർ തന്നു. ഒരാളെ എങ്ങനെയൊക്കെ ടോർച്ചർ ചെയ്യാമോ അതൊക്കെ അവള് ചെയ്തോണ്ടിരിക്കുക. എനിക്കതൊന്നും അറിയില്ല. ഞാൻ അവരുടെ ശമ്പളക്കാരിയാ. അതുകൊണ്ട് തൽക്കാലം അനുസരിക്കാനേ പറ്റൂ. ഈ കാര്യത്തിൽ കണ്ണേട്ടന്റെ നിലപാട് കൂടെ എനിക്കറിയണം. അത് കഴിഞ്ഞിട്ട് ഞാൻ തീരുമാനിക്കാം ആ ക്യാബിനിൽ ഞാൻ ഇരിക്കണോ വേണ്ടോന്ന്. അതൊക്കെ ഉണ്ണിയേട്ടന്റെ ഇഷ്ടം. ഇപ്പൊ ഏതായാലും ഉണ്ണിയേട്ടന് ഈ കമ്പനിയിൽ ഒരു സ്ഥാനവും ഇല്ല. നിർത്തടി. അതവള് ഒറ്റയ്ക്കെടുക്കേണ്ട തീരുമാനമല്ല. ഒറ്റയ്ക്കായാലും ഇരട്ടയ്ക്കായാലും ഏട്ടത്തിയുടെ തീരുമാനമാ ദേ ഈ ലെറ്ററിലുള്ളത്. അതാ ഞാൻ ഉണ്ണിയേട്ടനോട് പറഞ്ഞത്. ഓ, നീ ഈ ക്യാബിനിൽ കയറി. ഇനി എന്റെ ക്യാബിനകത്ത് അവൻ കയറുമായിരിക്കും, നിന്റെ കെട്ടിയോൻ. അയ്യോ, അതേ പറ്റിയൊന്നും എനിക്കറിയില്ല. ഇപ്പോ തോമസ് സാറിന്റെ ഡ്രൈവറാ സാഗറേട്ടൻ. അതിലെന്റെ ഭർത്താവ് തൃപ്തനാ. പിന്നെ ഇനി നാളെ സാഗറേട്ടൻ ഇവിടെ വരാൻ തോന്നുവാണെങ്കിൽ ഉറപ്പായിട്ടും വന്നിരിക്കും. ഫൈനാൻസേഴ്സിലോ കൺസ്ട്രക്ഷൻ കമ്പനിയിലോ സാഗറേട്ടനൊരു ജോലി കൊടുക്കണമെന്ന് ഏട്ടത്തിക്കൊരു ആഗ്രഹമുണ്ട്. പക്ഷേ സാഗറേട്ടന് അതിലൊരു താല്പര്യവും കാണിക്കാത്തത്. എല്ലാവരെയും കൊണ്ടൊന്ന് പോസ്റ്റ് ചെയ്തോ. ഇന്നലെ കയറി വന്നവളുടെ തിളപ്പാണ് അവളീ കാണിക്കുന്നത്. അർഹതയില്ലാതെ കിട്ടിയതൊക്കെ അവൾ ആസ്വദിക്കുക. പറയാൻ എന്തെങ്കിലും ഉണ്ടെങ്കിലേ എന്നോട് പറയാതെ അവരോട് പോയി പറയാൻ നോക്ക്. ഞാനല്ല ഇവിടെ ഉണ്ണിയേട്ടനെ ടെർമിനേറ്റ് ചെയ്തത്. ഞാൻ പറയൂടി, അവളെ ഞാൻ വിളിക്കും. അവൾ അത്രയും വലിയ തമ്പുരാട്ടിയൊന്നും ആവണ്ട. നാണം കെട്ടവള്, അഷ്ടിക്ക് വകയില്ലാത്തവള്, സ്വന്തം വീട്ടിലെ അടിമയെ പോലെ കഴിഞ്ഞവള്. അവളാണ് അധികാരം കിട്ടിയപ്പോ വാലിക്കുത്തി പൊളയുന്നത്. ജീവിതത്തിൽ ഇതുപോലൊരു നന്ദി കെട്ടവളെ ഞാൻ കണ്ടിട്ടില്ല. നീ പോടാ. നിന്റെ അത്രയും നന്ദി ഇല്ലാത്ത ഒരുത്തൻ വേറെ ഇല്ലടാ.